പേരാവൂരിലേക്കാണ് കെ പി സി അധ്യക്ഷൻ മത്സരിക്കുന്ന മണ്ഡലം. വളരെ ശ്രദ്ധേയമായ മണ്ഡലം. കോൺഗ്രസിന് കണ്ണൂരിൽ 2 സിറ്റിംഗ് സീറ്റുകളുണ്ട്. അതൊന്ന് ഇരിക്കൂറും പേരാവൂരുമാണ്. ഇരിക്കൂറിൽ സജീവ് ജോസഫാണ് MLA. സജീവ് ജോസഫ് കഴിഞ്ഞ ദിവസം തന്നെ പ്രധാന പരിപാടികൾ അവിടെ ആരംഭിച്ചിരുന്നു. ആ സീറ്റ് ഉറപ്പായും ജയിക്കുമെന്ന ആത്മവിശ്വാസം എപ്പോഴും. കേരളത്തിൽ ജയിക്കുന്ന പ്രധാനപ്പെട്ട ആദ്യത്തെ സീറ്റുകളിലൊന്നാണ്. സ്ഥാനാർത്ഥി പട്ടികയിലും ആദ്യത്തെ പേരിലൊന്നായിരുന്നു സജീവ് ജോസഫ്. ഇപ്പോൾ ഇതാ സണ്ണി ജോസഫ് തൊട്ടടുത്ത മണ്ഡലം പേരാവൂർ മണ്ഡലത്തിൽ സണ്ണി ജോസഫിൻ്റെ റോഡ് ഷോ നടക്കുകയാണ്. അവിടെ ഇപ്പോൾ രാഹുൽ KV നമുക്ക് പോകട്ടെ. രാഹുൽ, റോഡ് ഷോ എങ്ങനെ പുരോഗമിക്കുന്നു? രതീഷ, സണ്ണി ജോസഫിന്റെ കൂടെ ഈ തുറന്ന വാഹനത്തിൽ തന്നെ നമ്മളുമുണ്ട്. നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തുകൊണ്ടുള്ള പ്രൗഢഗംഭീരമായ റോഡ് ഷോയാണ്. എടുത്തു പറയേണ്ട, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സംസ്ഥാനത്ത് എല്ലാ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായിട്ടുള്ള 2ാം ഘട്ട പട്ടിക നീളുകയാണ്. പക്ഷെ KPCC അധ്യക്ഷൻ തണ്ടം മണ്ഡലത്തിലൂടെ റോഡ് ഷോ അത് ഗംഭീരമായി തന്നെ നടത്തി വരികയാണ്. പറഞ്ഞതുപോലെ നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ റോഡ് ഷോ പുരോഗമിച്ചു വരുന്നത്. മണ്ഡലത്തിലെ മണ്ണ് ഇത്തവണ എങ്ങനെയുണ്ട്? മണ്ണ് UDFന് 100% അനുകൂലമാണ്. വൻ ഭൂരിപക്ഷത്തിൽ UDF ജയിക്കും കേരളത്തിൽ. നമ്മുടെ 2ാം ഘട്ട പട്ടിക നീണ്ടു പോവുകയാണല്ലോ, അപ്പോഴത്തേക്ക് വരും. പ്രഖ്യാപിക്കും. ഇപ്പൊ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശൈല ടീച്ചറെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ശക്തമായ മത്സരം തരിക എന്നാണ് LDF ലക്ഷ്യമിടുന്നത്. എങ്ങനെയുണ്ടാവും? ശൈലജത്തിൽ ഒരിക്കലും ഇവിടെ മത്സരിച്ചതാണ്, പരാജയം ഏറ്റുവാങ്ങിയതാണ്. ആവർത്തിക്കും. അതിൽ യാതൊരു സംശയമില്ല. പേരാവൂരിൽ എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട്? വൻ ഭൂരിപക്ഷം. ഒരു സംഖ്യ എന്ന രീതിയിലില്ല. 10,000-ന് മുകളിൽ. 10,000-ന് മുകളിൽ. സ്ഥാനാർത്ഥി KK ശൈലജയാണെങ്കിൽ യാതൊരു വിഷയമില്ല. യാതൊരു മാറ്റവും. 2 ഭാഗത്തും ആളുകൾ കൈകൾ കാണിക്കാൻ വരി നിൽക്കുക അല്ലേ? വലിയ അനുകൂല സാഹചര്യമാണ്. പ്രസിഡന്റ്, ഒപ്പം തന്നെ നമുക്ക് അറിയേണ്ടത് നമ്മുടെ മണ്ഡലത്തിലെ കാര്യം മാത്രമല്ല, പുറത്തും വലിയ പ്രശ്നങ്ങളാണ്. പല സ്ഥലങ്ങളിൽ പൊട്ടലുണ്ട്, പല സ്ഥലങ്ങളിൽ ചീറ്റലുണ്ട്. കണ്ണൂരിൽ തന്നെ, പെരുമ്പാവൂരിൽ ഒക്കെ ഇങ്ങനെ പ്രശ്നങ്ങളാണല്ലോ. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിച്ചു. ശരി, താങ്കളുടെ തന്നെ നേതാവ് നേരത്തെ പറഞ്ഞു സുധാകരന്റെ കാര്യം എന്താണ്? പ്രസിഡന്റാണ്. താങ്കളുടെ തന്നെ നേതാവ് നേരത്തെയും പറഞ്ഞിരുന്നു സുധാകരന്റെ കാര്യം എങ്ങനെയാണ്? കോൺഗ്രസിന്റെ കരുത്തിട്ടാണ് സീറ്റുണ്ടോ? അത് AICC പ്രഖ്യാപിക്കും. KPCCക്ക് അക്കാര്യത്തിലൊരു കാര്യം നിലപാട് പറയാൻ പറ്റുന്നില്ല. മൈലിന്റെ കമ്മിറ്റിയാണ് പറയുന്നത്. ബാക്കി മണ്ഡലങ്ങളിലെ കോന്നിയിലായാലും പെരുമ്പാവൂരിലൊക്കെ ഓക്കെ. എന്നാലും നമുക്ക് AICC പറയട്ടെ, പേരാവൂരിലേക്ക് തന്നെ തിരിച്ചു വരാം. അനുകൂല സാഹചര്യമാണ്. ശരി, KPCC അധ്യക്ഷന്റെ പ്രതികരണമാണ്. സുധാകരന്റെ കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുന്നുള്ള മുൻ നിലപാട് അദ്ദേഹം ആവർത്തിക്കുകയാണ്.